ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് തന്നെ നമ്മൾ ആന്ധ്രാപ്രദേശിൽ ഒരു വാർത്ത വന്നിരുന്നു. ആന്ധ്രാപ്രദേശിൽ നിന്ന് 3000 പെൺകുട്ടികളെയാണ് ഇവർ കല്യാണം കഴിച്ചിരിക്കുന്നത്. പാകിസ്ഥാനികളാണ് കല്യാണം കഴിച്ചത്. അവിടെയും ഭാര്യയും കൊച്ചുങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ ഒരു തീവ്രവാദത്തിൽ ഈ വളർന്നു വരുന്ന കുട്ടികളെ ഒരു പാകിസ്ഥാൻ പൗരനാക്കി മാറ്റി അവനെ തീവ്രവാദത്തിലേക്ക് ഇടുന്നത്. അപ്പോൾ ഇന്ത്യയെ നശിപ്പിക്കാൻ അങ്ങനെ അവർ ബ്രെയിൻ ചെയ്യുന്നില്ലേ? അവർ ടെർമിനേറ്റർ സീഡ് അന്തകവിത്തുകൾ പല രീതിയിൽ പാകപ്പെടാം. അതിലെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ പറയുന്നത്. ഈ ലവ് ജിഹാദ് എന്നൊക്കെ പറയുന്നതിന്റെ മറ്റൊരു രൂപമാണ്. സ്ത്രീകളെ കുട്ടികളെ ആകർഷിക്കുക, അങ്ങനെ അവരെ ഈ ഒരു സെക്ഷൽ സ്ലേവ്സ് ആക്കി മാറ്റുക, അല്ലെങ്കിൽ കുടുംബം എന്നൊരു പ്രതീതി ജനിപ്പിക്കുക, എന്നിട്ട് അടുത്ത തലമുറകളിലേക്ക് പോവുക. അപ്പൊ തലമുറകളിലൂടെ ഈ വിരോധം, ക്രോധം അല്ലെങ്കിൽ ഒരു രാജ്യത്തിനെതിരെയുള്ള വികാരം ഇളക്കി വിടുക, ഇതൊരു ലോങ് ടേം സ്ട്രാറ്റജിയാണ്. ഇപ്പം ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ മുൻകാലങ്ങളിൽ അത് ആ രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ വ്യക്തമായി ആ ട്രെൻഡ് നമുക്കറിയാം. അതുകൊണ്ട് ആന്ധ്രാപ്രദേശിൽ മാത്രമല്ല കേരളത്തിൽ ഉൾപ്പെടെ എത്രയോ പേരാണ് ഈ ഒരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് എല്ലാവരും ബോധവാന്മാരാണ്. ഈ കേരളത്തിലും തീവ്രവാദ സ്വഭാവത്തിൻ്റെ ഒരു വേര് ഉണ്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. അടിസ്ഥാനപരമായി കേരളം ഗോഡ്സ് ഓൺ കൺട്രി, പീസ്ഫുള്ളാണ്. ഇപ്പം വ്യാപകമായി തീവ്രവാദത്തിൻ്റെ വേരുകളുണ്ട് എന്ന് പറയാനാവില്ല. പക്ഷേ കേരളത്തിൻ്റെ ഒരു മാറി വരുന്ന ഡെമോഗ്രാഫിക് ബാലൻസ്, സഡൻ കമ്മ്യൂണിറ്റീസ് പ്രൊളിഫറേറ്റ് ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ്, അപ്പം അവരെ ഇൻഡോക്ട്രിനേറ്റ് ചെയ്ത് പുതിയ ഒരു പാരഡൈമാണ്. കാരണം ഒരു തലമുറ മുൻപ് ഉണ്ടായിരുന്ന ഒരു വർഗീയ അന്തരീക്ഷമല്ല കേരളത്തിലിപ്പോൾ. രാജ്യത്താകമാനമുള്ള ആ സാഹചര്യം മാറിയിരിക്കുന്നു. അപ്പോൾ ഒരു മെൽറ്റിംഗ് പോട്ട് കൾച്ചറിൽ നിന്നും ഒറ്റപ്പെട്ട തുരുത്തുകളിലേക്ക് മതവിഭാഗങ്ങൾ മാറുന്നു. മതവിഭാഗങ്ങൾക്കുള്ളിൽ മതം സമാധാനത്തിൻ്റെ മതമാണ്, ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണ്, ഹൈന്ദവ മതം എല്ലാം ഉൾക്കൊള്ളുന്ന മതമാണ്, ക്രൈസ്തവ മതം തീർച്ചയായും സമാധാനം കാംക്ഷിക്കുന്നു. അപ്പം മതമെന്നുള്ള അല്ല, പ്രത്യേക സ്വാർത്ഥ ലക്ഷ്യത്തിനു വേണ്ടി മതത്തെ ഉപയോഗപ്പെടുത്തി ചില മനസ്സുകളെ ഭീകരതയിലേക്ക് നയിക്കുകയാണ്. തങ്ങളുടെ സാൽവേഷൻ അവിടെയാണ്. തങ്ങളുടെ വലിയ രീതിയിലുള്ള വിശ്വാസ പ്രമാണങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ ഈ രാജ്യത്ത് നിന്നുകൊണ്ട് സാധിക്കില്ല. കോൺഗ്രസ് ഭരണത്തിൽ ഇരിക്കുന്നതിന് മുമ്പ് ഈ നരേന്ദ്രമോദി ഒരു ഹിന്ദു ഒരു കമ്മ്യൂണിറ്റിയിലുള്ള, അതായത് ഒരു BJP പോലെയുള്ള ഒരു തീവ്ര ഹിന്ദു സ്വഭാവമുള്ള ഒരു സർക്കാർ വന്നതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നത് ഇതുപോലെയുള്ള മറ്റുള്ള മതത്തിനോട് മുസ്ലിം മതങ്ങൾക്ക് ഇത്രയും വിദ്വേഷവും ഒരു തീവ്രവാദ സ്വഭാവം കൂടാനുള്ള കാരണവും. ഇത് സ്വാഭാവിക പരിണാമമാണ്. കാരണം ഈ ന്യൂനപക്ഷ വർഗീയത സ്വാഭാവികമായി മറുപക്ഷത്തെ ഭൂരിപക്ഷ ഏകീകരണത്തിന് കാരണമാകും. എപ്പോഴും വർഗീയ കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ, അവിടെ ന്യൂനപക്ഷങ്ങൾ ഇൻവോൾവ് ആകുന്ന വർഗീയ കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ, അതിനുശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ എപ്പോഴും ഭൂരിപക്ഷ സമുദായത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന താല്പര്യമുള്ള രാഷ്ട്രീയ കക്ഷികൾ നേട്ടം കൊയ്യുന്ന ഒരു കാഴ്ച കണ്ടു. അത് മുസഫർപൂർ കലാപം ഉത്തർപ്രദേശിൽ നടന്നതാകട്ടെ, ഗോധ്ര കലാപം ഗുജറാത്തിൽ നടന്നതിന് ശേഷം പിന്നീട് കോൺഗ്രസ് പാർട്ടിക്ക് നിലം തൊടാനായിട്ടില്ല. ഗുജറാത്തിൽ നിന്ന് ഓർക്കണം, നിരന്തരമായി BJP നേട്ടം കൊയ്യുന്നു. ഇതൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ്. എൻ്റെ പോയിന്റ് ഇതാണ്, മതമല്ല ഇവിടെ വിഷയം, ഇവിടെ രാഷ്ട്രീയം തന്നെയാണ് വിഷയം. രാഷ്ട്രീയമായി അനന്തമായ സാധ്യതയാണ് ലോലമായ മതവികാരം. അത് ഫണ്ടമെന്റലിസ്റ്റ് വികാരങ്ങൾ ഇളക്കി വിടുക വഴി ഒരു ധ്രുവീകരണത്തിലൂടെ ന്യൂനപക്ഷങ്ങളെ പിന്തുണയ്ക്കുന്ന കക്ഷികളും ഭൂരിപക്ഷത്തെ പിന്തുണയ്ക്കുന്ന കക്ഷികളും വ്യത്യസ്തമായ രീതിയിൽ നേട്ടം കൊയ്യുന്ന ഒരു അന്തരീക്ഷം. അപ്പോൾ ഇതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ഭീകരതയുടെ പിന്നിൽ, ഭീകരവാദത്തിൻ്റെ പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അത് തിരിച്ചറിഞ്ഞ് ഒരു കുറച്ചുകൂടി മതനിരപേക്ഷ കാഴ്ചപ്പാടിലൂടെ കാര്യങ്ങളെ കാണാനുള്ള മനസ്സാണ് ആവശ്യം. അതിന് ആ തീവ്രത കൂടി വരികയല്ലേ ഉള്ളൂ, കുറയുന്ന ട്രെൻഡ് ഈസ് ഓൺ ദ എസ്കലേഷൻ. കാരണം അനന്തമായ സാധ്യതകളാണ്. അതുകൊണ്ടുണ്ടാകുന്ന സാധ്യതകൾ ഇലക്ട്രൽ ഗെയിൻ തന്നെയാണ് പ്രധാനം. പക്ഷേ ഒരു സ്റ്റേജ് വരെ അത് നമുക്ക് അനുവദനീയവുമാണ്. കാരണം ഒരു രാജ്യത്തിൻ്റെ ആത്മാഭിമാനം, ദേശീയത ഉയർത്തിപ്പിടിക്കണമെങ്കിൽ മതത്തിൽ അധിഷ്ഠിതമായ സംസ്കാരം പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സാംസ്കാരിക ദേശീയത എന്ന് പറയുന്നത് അത് ഒരു രാജ്യത്തിൻ്റെ ഉണർവ് നൽകുന്ന ഒരു അടിസ്ഥാന തത്വം കൂടിയാണ് സാംസ്കാരിക ദേശീയത. അത് സങ്കുചിതത്വത്തിൽ അധിഷ്ഠിതമായ സാംസ്കാരിക ദേശീയതയല്ല, ഒരു വിശാല സംസ്കൃതിയുടെ പ്രതിഫലനമായി സാംസ്കാരിക ദേശീയത ഉപയോഗിക്കുന്നുവെങ്കിൽ അത് മെച്ചപ്പെട്ടൊരു കാര്യം കൂടിയാണ്. നമ്മൾ വാറിലേക്ക് വരാം.